അഞ്ജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം ഒരുങ്ങി ഞങ്ങൾ ഇന്ന് വാഗമണിലേക്ക് വന്നിരിക്കുകയാണ്. വാഗമൺ കുട്ടിക്കാനം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല രസമുള്ള ക്ലൈമറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചാറ്റമഴയുണ്ട്, ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കുവാണ്. നല്ല തണുപ്പുമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അമ്മയെ കൊണ്ട് ഞങ്ങൾ 2-3 സെറ്റർ കീടിച്ച് അവിടെ അകത്തിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പനിയും പിടിച്ചു. പനി പിടിച്ചാലും വിട്ടുകൊടുത്തൊന്നുമില്ല. ഞങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് വന്നു. അപ്പം നമ്മുടെ വാഗമണ്ണും കുട്ടിക്കാനും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ഒരു ചെറിയ ടൂറല്ലേ, ചെറിയ ടൂറ്. അപ്പം ഞങ്ങൾ നമ്മുടെ ട്രാവലറിലാണ് പോകുന്നത്. ട്രാവലറിലേക്ക് പോകാനായിട്ട് ട്രാവലർ നമ്മുടെ ഇങ്ങോട്ട് വരത്തില്ലേ, വലിയ വണ്ടിയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. പോയിട്ട് വരാം. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അമ്മയുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ടൂറിന് നമ്മുടെ രാജുണ്ട് കേട്ടോ. രാജു ഇല്ലാത്ത പരിപാടി. രാജുവിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞങ്ങൾ രാജുവിനെ കൊണ്ടുപോകും കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വരാം. സ്ഥലം ഏതാന്ന് പറയാം. കുഞ്ഞു ടൂറാ, വലിയ ടൂറൊന്നുമല്ല, ചെറിയ ടൂറ്. പോയിട്ടൊക്കെ വരാം. ഇങ്ങോട്ട് നോക്ക് രാജു ഒന്ന്. ചെറിയ ടൂറാ, പോയിട്ടൊക്കെ വരാം. അതെ, ഞങ്ങൾ ചെറിയൊരു ടൂറാട്ടോ. ചെറിയ ടൂർ. അത് എവിടാന്ന് ഇപ്പം പറയത്തില്ല ഞങ്ങളെ. അത് ഇതിനൊരു സുഖമില്ലായിരുന്നു. അതുകൊണ്ടൊരു ഒടുക്കത്തെ ഒരു പനി, ഒരു ചെറിയൊരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം കുറവുണ്ട്. അതിൻ്റെ ഗുളി കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോണോ വേണ്ടയോ അങ്ങനൊരു ഇതിലാണ് ഇരുന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തി രാവിലെ ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടെ എല്ലാം ഷോക്കായിപ്പോയി. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാം, ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാനാണെങ്കിൽ അമ്പലത്തിലോട്ടും പോയി. തിരിച്ചു വന്ന അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എടി ഞാൻ ഇച്ചിരി ഒരു ആശ്വാസമുണ്ട്, ഞാൻ വരാടിയെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ദേവിയുടെ അവിടെ പോയി ഞാൻ ഒരുപാടൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എനിക്ക് കഴിച്ചു. ദേവി അപ്പോൾ പറഞ്ഞു, പോയിട്ട് വാങ്ങി, ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എന്തുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? അതെ, ന്യായമ ഞങ്ങളുടെ ധൈര്യത്തില കേട്ടോ. അതിനകത്ത് അപ്പം ശരി കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് കാണാം. ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പം നമ്മുടെ വണ്ടി ഇതാ വന്ന് കേട്ടോ. വണ്ടിയിൽ കയറാൻ പോവാണ്. കയറിക്കോ. അതൊക്കെ ഇപ്പൊ ഞങ്ങൾ വാഗമൺ അടുക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉരുള് പൊട്ടിയ സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ മാസം ഉരുള് പൊട്ടിയ സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടോ, ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ടില്ല. അവിടെ ചെന്ന് റൂമിൽ ചെന്നിട്ട് കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുവാണ്. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉരുള് പൊട്ടിയില്ലേ അത്ഭുതമുള്ളൂ അല്ലേടി. നിറച്ച് കഴിഞ്ഞിട്ട് ഫോഗ കേട്ടോ. ചെറിയ മഴ ചാറ്റിലുള്ളതുകൊണ്ട് നിറച്ച് ഫോഗുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇരുട്ട് എവിടെ പോവാടാ നീ? നല്ല ക്ലൈമറ്റ് കേട്ടോ. ഈ ക്ലൈമറ്റ് വേണം വാഗമണ്ണൊക്കെ വരാനായിട്ട്. നല്ല രസമുണ്ട്, അടിപൊളി. നമ്മുടെ രായമ ഇരിക്കുന്ന നോക്കിക്കേ. കണ്ട തലയിൽ തുണിയൊക്കെ ഇട്ടിരിക്കുന്നു. കണ്ട
ഇനി നമ്മൾ ഹോട്ടലിലേക്ക് എത്താനായിട്ട് ഒരു 7 കിലോമീറ്ററും കൂടെ ഉണ്ട്. 7 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊണൊക്കെ കഴിക്കും. ഊണ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ കാണാം. നല്ല രസമുണ്ടല്ലേ. ഞങ്ങളെ ഇവിടെ കഴിക്കാൻ കയറി കേട്ടോ. അനിയന് വിശപ്പ് സമ്മതിക്കുന്നില്ല. പപ്പടം പൊടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ അവളെ കണ്ടോ. ഇത് കണ്ടോ. ഇത് കൊണ്ടുവന്നപ്പോ ചേട്ടൻ പറയാം അത്തപ്പൂക്കളാണോ കേട്ടോ. കറി മൊത്തം ചുറ്റിലും ഉണ്ടല്ലോ. സദ്യയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാഞ്ഞത് ഞങ്ങളൊരു മീൻ വറുത്തതും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പറഞ്ഞോ? ചോറ് കൊണ്ടുവന്നില്ല, കറി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്റെ രവിചേട്ടനെ കാണിച്ചു തന്നില്ല. കാണിച്ചു തരാം വേണ്ടേ. എന്തോ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ എന്തൊക്കെയാണോ. ഐറ്റംസ് ഒരുപാടുണ്ട്. ശരിയുണ്ട്. ഇത് സേമിയ പായസം. ഇത് മറ്റേ പായസം. ഇത് ശർക്കര പായസം. 2 പായസം. പെരി ഓ അങ്ങനെയാണോ. വലിയ കയ്യും കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം എടുത്ത് ഇതിന് വെളിയിൽ വെക്കണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ചോറ് വിളമ്പാനാണ്. അപ്പൊ എല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വെച്ചു. ചോറ് കൊണ്ടുവന്നില്ല. ചോറ് കൊണ്ടുപോയിട്ട് എന്നിട്ട് നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഇട്ടോ ചോറിട്ട് കേട്ടോ. മതി, കുറച്ച് മതി. ഇവിടെ എപ്പോഴാണ് സീസൺ? കറക്റ്റ് സീസൺ എപ്പോഴാണ് സീസൺ? മഴയില്ലാത്ത സമയം. മഴയില്ലാത്ത ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ. നല്ല ഊണായിരുന്നു, സൂപ്പറായിരുന്നു. നോക്കിക്കേ, അടിപൊളി. പോക്ക് കണ്ട നല്ല രസമാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടോ. നല്ല തണുപ്പും നല്ല രസമുണ്ട്. ഈ സമയത്ത് തന്നെ വേണം വാഗമണ്ണിൽ വരാനായിട്ട് കേട്ടോ. എന്നാ തണുപ്പും മേടിച്ച് 3 മക്കളും കൂടെ ഐസ്ക്രീം നീന്തുന്നു. ഐസ്ക്രീം ഞങ്ങളെയും കൂടെ തീറ്റിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് നല്ല പനിയുടെ ഇതുണ്ട്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അത് കണ്ടിട്ട് എനിക്ക് കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വേണ്ട. എന്നെ കണ്ട കണ്ടിട്ട് നമുക്ക് തിന്നണം. പക്ഷെ സഹിക്കാൻ പറ്റില്ല. അമ്മ ഇങ്ങോട്ട് അമ്മയ്ക്കാണെങ്കിൽ ഇത്രയും ദൂരമൊന്നും വേണ്ടെന്ന്. ഇത് എന്നാ ദൂരമുണ്ട്. അപ്പം പറയുന്ന ആള് പാലക്കാട് വരാനെങ്കിൽ രസമായിരുന്നു പറയുന്ന ആളാണ്. അത് ബ്ലോക്കൊക്കെ ഒന്ന് പതുക്കെ വന്നത്. അതുമല്ല, ഇത് മേളിലോട്ടല്ലേ, കയറ്റമാണ്. അപ്പം വലിയ വണ്ടിയും കൂടെ അല്ലേ. അപ്പം ആ കയറ്റം കയറാനായിട്ട് കുറച്ച് പാടാണല്ലോ ഇപ്പോഴും. പിന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ മൊട്ടക്കുന്ന് കാണാനായിട്ട് ഇറങ്ങി. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. നല്ല സൂപ്പർ ക്ലൈമറ്റ്. രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. നല്ല തണുപ്പും നല്ല രസമാണ്. മഴയൊന്നും ഒട്ടുമില്ല. പക്ഷെ കുറച്ച് മുന്നേ വരെ മഴ ചാർന്നുണ്ടായിരുന്നു. മഴ ഞങ്ങൾ അന്ന് റീൽ ചെയ്തതിന്റെ മേളിൽ ഒരു റീൽ ചെയ്തായിരുന്നു. ഇങ്ങോട്ട് കയറുവാണേ. എന്താ നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കണ്ടേ നമുക്ക് ഇവിടെ നിന്ന്? ഫോട്ടോ എടുക്കണ്ടേ? ആ നല്ല രസമുണ്ട്. സൂപ്പർ. ഞങ്ങൾ അന്ന് വന്നപ്പോ ഇത്രയും ഭംഗിയില്ലായിരുന്നു. അതന്നെന്നോ. ഇപ്പൊ ക്ലൈമറ്റ് നല്ല രസമല്ലേ. അതല്ലേ നമുക്കില്ലേ എടി എന്നാലും ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല. ചാനല് കുഴപ്പമില്ല. ഞാൻ കാണുന്നുണ്ട്.
അതാ നല്ലതല്ലേ. അപ്പൊ പിന്നെ ഇഷ്ടമാതിരി കണ്ടന്റ് ഇതാകുമ്പത്തൊക്കെ നമ്മൾ ഓരോ എന്നാലും അതിനും വേണം കുറെ നേരം വേണ്ടി അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമുക്കൊരു ബ്ലോഗ് എടുത്ത് കിട്ടാൻ ഉണ്ട്. അല്ലാതെ ചുമ്മാ നമുക്കിരുന്ന് പേരെന്ന് പറയാൻ പറ്റത്തില്ല. അതെ എനിക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അതെ അല്ലേ. ക്രിയേഷൻ വഴിയുള്ള ഒത്തിരി പേര് ഷിബിന ബിബി സെക്ഷനൊക്കെ ഒരു കൊള്ള സംഖ്യ തയ്ച്ചത്. നമുക്ക് ചില സമയത്ത് ഓർക്കുമ്പോൾ പേടി വരും. അതെ 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 ശരിയാ. ചില സമയത്ത് പേടി വരും, ടെൻഷൻ അല്ലേ. ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. അതെ അല്ലേ. കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ ചാനൽ ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ജീന വെറൈറ്റി വ്ളോഗ് കണ്ടോ. ഞങ്ങൾ ഇവിടെ വെച്ച് വാഗമണ്ണിൽ വെച്ചിട്ട് കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ജീനയും ഹസ്ബൻഡും മക്കളും എല്ലാരും ഉണ്ട്. ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ടിൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ പൊക്കത്തിൽ ഒരു കുഞ്ഞു വീടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്ന ഇവർക്കൊക്കെ ഇങ്ങനെ ഈ മലയുടെ മണ്ടയ്ക്കൊക്കെ കയറിപ്പോകാനുള്ള റൂട്ടൊക്കെ ഇവർക്ക് ശരിക്കും അറിയാമല്ലോ. നമുക്കതൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതാ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഇതുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നദി താഴെ എങ്ങാണ്ട് ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഒച്ചയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയില്ല കേട്ടോ. തയ്യ നല്ല സുഖം. ഒന്നിങ്ങനെ പിടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു ചൂട് വന്നപ്പോഴത്തേക്ക് എന്തൊരു സുഖം. നല്ല തണുപ്പുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ. വെളുത്ത് ചുമന്നിരിക്കുവായിരിക്കും അല്ലേ നല്ല. പക്ഷെ ആരെയും കണ്ടില്ലല്ലോ വെളുത്ത് ചുമ. ആരെ ഇവിടെ കാണാനാ ഈ കാട്ടിനകത്ത് ആരെയും കാണുന്നില്ല. പിന്നെ പക്ഷെ ഇവിടെ മാവും പുളിയെല്ലാം നിപ്പുണ്ട്. മാവല്ലേടിയത് പുളിയോ അത് മാവല്ലേ. അതേ ശരിയാ, മാവെല്ലാം ഉണ്ട്, സംഭവമെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റാ വീശുന്ന കാഴ്ച. ഇതുണ്ടോ നല്ല അല്ലേലും ഈ തണുപ്പുള്ളിടത്തൊക്കെ വരുമ്പോ ഒരു കാറ്റുണ്ട് ലേടി, ഭയങ്കര കാറ്റ്. റൂമിനകത്ത് കയറി ഇങ്ങനെ അമ്മയ്ക്ക് തണുത്തിട്ട് വയ്യ കേട്ടോ. മിക്കാറും ഞങ്ങളെ ഇറക്കി വിടുന്ന ലക്ഷണമുണ്ട്. അകച്ചാതി ഒന്ന് നാളെയും കൂടെ കഴിഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ദേഷ്യപ്പെട്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് തന്നെ പോവാം. നമ്മൾ വന്ന ട്രാവലറാ കിടക്കുന്ന കേട്ടോ. നമ്മളെ ഇറക്കനകത്ത് ഇരുന്ന് ഉറങ്ങുമോ എന്തോ ചെയ്യുന്നുണ്ട്. ഇത് വന്ന് നമുക്കറിയത്തില്ല. ഞങ്ങളെ കണ്ടതിന് തന്നെ ചിരിക്കുക. ഞങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ അതൊരു കുറെ പ്രാവശ്യം ഇതിലേക്കൂടെ വരുന്നതല്ലേ. അപ്പൊ അവർക്ക് ഒന്നും പുത്തരിയല്ല, അവർക്ക് കണ്ടു മടുത്ത് കാണും ഇതൊക്കെ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ റിസോർട്ട് കാട്ടിനകത്തായിട്ടോ, നല്ല രസമാണ്. അത് പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, പ്രശ്നം. നമ്മുടെ റൂമിൽ നിന്നേ വെളിയിലോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം എന്താ ചെറിയ മഴയും ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിപ്പുണ്ട്. ഞങ്ങൾ തിരിച്ചു പോരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാളെ ഞങ്ങൾ എത്തത്തുള്ളൂ. വാരകുജി വാ, എല്ലാരും വാ. നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളപ്പം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് റൂമിലെത്തിയിരിക്കുന്നത്. അപ്പം വാഗമണ്ണിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവര് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ.